നമസ്കാരം. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടി തന്നെയാണ്, നല്ല രീതിയിലുള്ള അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടി വേറെ ഒന്നിനുമല്ല, അവിടെ ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ആവശ്യമുള്ള കാര്യത്തിനൊന്നും ഈ ഭയങ്കരമായിട്ട് താരമാണെന്ന് പറയുന്ന അനുമോൾ പ്രതികരിക്കില്ല. ഇതുപോലെയുള്ള ഭക്ഷണ കാര്യങ്ങൾക്ക് മാത്രമാണ് ആകെ ഒരു അടി ഉണ്ടാക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഷാനവാസ് മട്ടൻ എടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഴപ്പം കഴിഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല രീതിയിലുള്ള അടി തന്നെയായിരുന്നു. ആ ഒരു അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബമ്പൻ അടി തന്നെയായിരുന്നു. ഇപ്പോഴേ അനുമോൾ അലുവ എടുത്ത് തിന്നിരിക്കുകയാണ്, ആരെയും കാണാതെ. അതിപ്പോഴും അനുമോൾക്ക് തന്നെ പാരയായിട്ട് വന്നിരിക്കുകയാണ്. ഷാനവാസ് കൃത്യമായിട്ട് അതിൽ കയറി പിടിച്ചിട്ടുണ്ട്. അനുമോളെ എവിടെ എന്ന് പറഞ്ഞാൽ തേച്ച് ഉരച്ച് വിടുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇത്രയും വൃത്തികെട്ട ഗെയിം കളിക്കുന്ന ഇവന്മാരെയാണോടോ വലിയ ഗെയിമർ എന്ന് പറയുന്നത്? ഇവന്മാരെയാണോ വലിയ ജയിപ്പിക്കണം എന്ന് പറയുന്നത്? ഒരു കാരണവശാലും ഇവന്മാരെ ജയിപ്പിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇങ്ങനെ കട്ട് തിന്നിട്ടും പിടിച്ചു പറിച്ചിട്ടും ഇവന്മാർ എത്ര കാലം ഇങ്ങനെ പോകും? അപ്പുറത്തും ഇപ്പുറത്തും കണക്ക് തന്നെയാണ്. അതായത് ഷാനവാസ് ആയിക്കഴിഞ്ഞാലും അനുമോളായി കഴിഞ്ഞാലും കട്ട് തിന്നൽ മാത്രമാണ് ഇവന്മാരുടെ പരിപാടി. ഈ കള്ളന്മാർ ഈ കട്ട് തിന്നുന്ന ഇവരെയാണോ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുറവിളി കൂട്ടുന്നത്? ഈ കക്കുന്നവരെയാണോ ഇവിടെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ എണ്ണം ഇങ്ങനെ രാവ് പകൽ ഉറക്കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവരെയാണോ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പറയും, അയ്യോ അറ്റാക്ക് ചെയ്യുന്നേന്ന്. അവിടെ ഒരു ഗെയിം പോലും മര്യാദയ്ക്ക് കളിക്കാത്ത ഈ അനുമോളെയാണ് ഇപ്പോഴെല്ലാവരും പറയുന്നത് ഭയങ്കര ഗെയിമറാണ്. എന്ത് ഗെയിമർ എന്നാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഇപ്പൊ ഒരു കാര്യം പറയാം. അതായത് ഷാനവാസ് അന്ന് മട്ടൻ കറി എടുത്തപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു. മട്ടൻ കൈയിട്ട് വാരി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരുന്ന അനുമോള് കുറച്ച് കഴിഞ്ഞപ്പോൾ നിവിൻ അവിടെ കുഴച്ച് അവിടെ കൊടുക്കുമ്പോഴൊരു കുഴപ്പവുമില്ല. അതായത് നിവിൻ കുഴച്ച് കൊടുക്കുമ്പോൾ നല്ല രസമാണ്. കാരണം എന്താ, നിവിൻ എന്ന് പറയുന്നത് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് അനുമോൾക്കൊരു കാര്യമുണ്ട്. ആരെങ്കിലും വേണ്ടപ്പെട്ടവര് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അനുമോളുടെ വായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുവാണ്. അനുമോൾ ഒന്നും പ്രതികരിക്കത്തില്ല. ആദില നൂറമാറ് ആദില നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അനീഷിനെ ഉപദ്രവിച്ചിരുന്നു. അനീഷിനെ പുറകെ നടന്ന് ഉപദ്രവിച്ചിരുന്നു, അടി കൊടുത്തിരുന്നു. എന്നിട്ടും കൂടി പറഞ്ഞ എന്താ, അത് തമാശയാണ്, അത് സ്നേഹം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അനുമോളിൽ ലാലേട്ടൻ്റെ മുന്നിൽ വരെ പറഞ്ഞു എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ട്? എൻ്റെ സ്വന്തം ആദില കുഞ്ഞിന് വേണ്ടിയിട്ട്. അങ്ങനെ ആദില കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും അതിലൂടെ തനിക്കൊരു ഗെയിം കളിക്കണം എന്നുമാണ് നമ്മുടെ അനുമോൾ വിചാരിക്കുന്നതിൻ്റെ പൊന്നു ചങ്ങാതിമാരെ. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ അനുമോളെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഈ അനുമോളെയാണോ അവിടെ വിജയിയാക്കേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് പറ. അതായത് കട്ട് തിന്നല്, പിന്നെ മറ്റുള്ളവര് ആഹാര സാധനം കൂടി എടുക്കല്, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ആള് എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന അനുമോളെയാണോ ജയിപ്പിക്കേണ്ടത്? അല്ല, ഞാൻ ഒരു ചെറിയ ചോദ്യം ചോദിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ അനുമോളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അനുമോളെ നല്ല രീതിയിൽ വെളുപ്പിക്കണം. അനുമോളെ ഇനി അങ്ങോട്ട് നമുക്ക് പ്രൈസ് അടിപ്പിക്കേണ്ടതല്ലേ? അനീഷ് എന്ന് പറയുന്നവന്റെ അനിയനും അതുപോലെ വീട്ടുകാരും എല്ലാവരും ചേർന്ന് എൻ്റെ അനുജത്തിയെ ഭയങ്കര നെഗറ്റീവ് ആക്കുന്നു എന്നൊക്കെയല്ലേ പറയുന്നത്? ഇത് ഗെയിമിന്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു ഗെയിം കളിക്കുമ്പോൾ അതിനനുസരിച്ച് നിൽക്കണം. അല്ലാതെ തനിക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, തൻ്റെ ബന്ധുക്കളാണ്, അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ്, എല്ലാവരെയും തനിക്ക് ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം നടക്കൂല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇമാതിരി ടീംസിനൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചാവേറാവുകയാണ് ചെയ്യുന്നത്. ആദില നൂറമാർക്ക് വേണ്ടിയിട്ടാണ് ഈ അനുമോള് ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്തിനാണ്? അവരെ നെഗറ്റീവ് ആക്കരുത്. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് കൊടപിടിച്ചു കൊടുക്കുക. അവരെന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ എന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് നിർത്തുക. ഇതാണ് നമ്മുടെ അനുമോള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇപ്പോഴും ഷാനവാസുമായിട്ടുള്ള അടിയിൽ ഷാനവാസും കുറ്റക്കാരനാണ്, ഈ അനുമോളും കുറ്റക്കാരനാണ്. രണ്ടു പേർക്കും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇങ്ങനെ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവറ്റകളെ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ കള്ളന്മാരാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാര സാധനങ്ങൾ വരെയാണ് രണ്ടുപേരും കട്ടെടുത്ത് മാറി മാറി തിന്നുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെയുള്ള എല്ലാവർക്കും അവകാശപ്പെട്ട ഭക്ഷണ സാധനങ്ങള് ചില ആൾക്കാർ ഇവരുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ ടീമുകളെ അവിടെ കടന്നിട്ട് ഒളിപ്പിച്ചു വെക്കുക. അതുപോലെ തന്നെ ഒറ്റയ്ക്കെടുത്ത് കട്ട് തിന്നുക. കാണാതെ പിന്നെ എന്താ വെച്ചാൽ കാണാതെ എവിടെയൊക്കെ പതുങ്ങി വെച്ചിട്ടുണ്ട് ഇനിയും. അങ്ങനെ പല സാധനങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ പാത്തു വെച്ചിരിക്കുകയാണ് ഇവരുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ ടീമുകൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മറ്റു ആൾക്കാർക്കൊന്നും കിട്ടുന്നില്ല. എന്നിട്ട് പറയുന്നത് എന്താണ്? അയ്യോ ഇവരെ ഭയങ്കര നെഗറ്റീവ് ആക്കുന്നു, ഇവർ ഭയങ്കര നെഗറ്റീവ് ആക്കുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ട വീട്ടുകാർ പോകുമ്പോൾ ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ കൊണ്ട് കൊടുത്തൂടെ? അതായത് കുറേ സാധനങ്ങൾ കൊണ്ട് കൊടുത്തൂടെ? എന്തിനിങ്ങനെ കട്ട് തിന്നാൻ നിൽക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വല്ലവനും വേണ്ടിയിട്ടുള്ള ആഹാരം കൂടി ഇവറ്റകൾ ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്താണ് ചെയ്യുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കേണ്ട ഒരു ആഹാരമല്ലേ? ആഹാരമാണ് ഇവരൊറ്റയ്ക്ക് തിന്നുന്നത്, കട്ടിട്ടും പാത്തു വെച്ചിട്ടും.
അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ കക്കൂസിൽ വരെയാണ് ഈ ഭക്ഷണ സാധനങ്ങൾ ഒളിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതായത് എവിടെയൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കും വേണ്ട മറ്റുള്ളവർക്കും വേണ്ട എന്നുള്ളൊരു മനോഭാവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ തൻ്റെ കൂട്ടുകാരെ ആരായി കഴിഞ്ഞാലും എന്ത് തെറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല, അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട പിടിച്ചു കൊടുക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഇപ്പോഴും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഷാനവാസിന് വേറെ പ്രശ്നമുള്ളതൊന്നുമല്ല, അതായത് മട്ടൻ എടുത്തതിൻ്റെ ആ ഒരു വൈരാഗ്യം തീർത്തതാണ്. അപ്പൊ അവര് തമ്മിൽ നല്ല രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. കാരണം ഇവറ്റകളൊന്നും അവിടെ കപ്പ് ഉയർത്താനുള്ള തയ്യാറെടുപ്പിലല്ല. ഇപ്പോഴും അവറ്റകൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭക്ഷണമാണ്. അത് ആരെങ്കിലും വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റങ്ങൾ ഏതെങ്കിലും ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങിക്കോളും. അല്ലാതെ ഗെയിം കളിക്കാനോ അത് വിജയിക്കാനോ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് വരണമെന്നൊന്നും അവർക്ക് ചിന്തയില്ല. കാരണം എന്താ, വെളിയിലുള്ള PR ടീമുകൾ, അനീഷിന്റെ ആർമി എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെയൊക്കെ തളർത്തി കളയുക, അത് കഴിഞ്ഞതിന് ശേഷം അനുമോളെ ചുളിവിൽ കൊണ്ടുവരിക, ചുളിവിൽ കൊണ്ടുവന്നതിന് ശേഷം എങ്ങനെയെങ്കിലും കപ്പടിക്കുക, 50 ലക്ഷം വാങ്ങിച്ച് പോക്കറ്റിലിടുക, ഇത് തന്നെയാണ് പലരുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അതിന് വിഘാതമായി തീരുന്നു. ഇനി അനുമോളക്കൊരു ഗെയിം വരാനില്ല. അത് മാത്രവുമല്ല, അനുമോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം നേരെ കുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദില നൂറമാർ കൂടെ ചേർന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അനുമോളയ്ക്ക് അവര് 3 പേര് മാത്രം മതി എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആദില, നൂറ ആൻഡ് അനുമോൾ ഗ്രൂപ്പാണ് അവിടെ ഇപ്പോഴുള്ളത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കും, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ് എന്തെങ്കിലും പറയാൻ. കാരണം എന്താ വെച്ചാൽ കറക്റ്റ് സ്ട്രാറ്റജി എടുക്കും. ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇന്നലെ വീട്ടുകാരെല്ലാം വരുമ്പോൾ പറഞ്ഞ ഒരു എക്സ്ട്രാ ഡ്രാമ നമ്മൾ കണ്ടതാണ്. അതായത് എനിക്ക് മാത്രം എന്താണ് ബിഗ് ബോസ് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന ഗെയിമാണ് കൊടുത്തിരിക്കുന്നത്, അപ്പൊ എനിക്ക് മാത്രം എന്താണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ അനുമോളെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ആർമിക്കാരും മറ്റേ ഇവരൊക്കെ വന്നിട്ട് ചിലപ്പോൾ ആക്രമിക്കാനും മതി. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അപ്പൊ അവിടെ അനുമോൾ എന്ത് തെറ്റ് ചെയ്താലും ഇവിടെ കിടന്ന് നമ്മളിങ്ങനെ വെളുപ്പിച്ചുകൊണ്ടേയിരിക്കണം. അനുമോൾ ചെയ്തത് ശരിയാണ്, അവൾക്ക് വിശന്നിട്ടല്ലേ തിന്നത്. അവിടെ എല്ലാവർക്കും ഇല്ലാത്ത വിശപ്പല്ലേ അനുമോൾക്ക്. അങ്ങനെ വിശന്നിട്ടല്ലേ തിന്നത്. തിന്നുന്ന സാധനത്തിനാണോടാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നമ്മൾ പറയത്തില്ല, നമ്മുടെ അനീഷ് മച്ചാൻ അങ്ങനെ ഒന്നും പറയില്ല. ഒരാളോട് പോലും അയാൾ തിന്നുന്ന കാര്യത്തിന് പറയത്തില്ല. പക്ഷേ അയാളുടെ കൂടി ആഹാരമാണ് ഇവരൊക്കെ തിന്നിട്ട് മതിക്കുന്നത്, കുറെ കളയുന്നത്, അതായത് ആർക്കും കൊടുക്കാതെ അത്രമാത്രം ക്രൂരതകൾ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത്ര വലിയ നല്ലവരൊന്നും അല്ല ഇവരൊന്നും. അതാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ ഭയങ്കര മാടപ്രാവുകളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കാതെ കളിക്കുന്നവരാണ്. മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിച്ച് കളിക്കണം എന്ന് മാത്രമാണ് ഇവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെ അനുമോളക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഷാനവാസിനും ഒരു പ്രത്യേകത ഉള്ളതുപോലെയാണ്. അതുകൊണ്ട് ഇത് പൊളിച്ച് കയ്യിൽ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ അനീഷ് തന്നെ വിജയിയായിട്ട് മുന്നിലേക്ക് വരണം. അപ്പോൾ മാത്രമാണ് അനീഷിന് മാത്രമാണ് അവിടെ വിജയിക്കാനുള്ള ഒരു ഇതുള്ളത്, ഒരു എന്താ പറയേണ്ടത്, ഒരു സാഹചര്യം ഉള്ളതെന്ന് ഞാൻ പറയുള്ളൂ. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും അടിപൊളിയായിട്ട് കണ്ടിട്ട് വരാം. നന്ദി, നമസ്കാരം.